ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ കൂർക്ക ഇട്ട് വെച്ച ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയുള്ള ബീഫ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. ഞാനിവിടെ കുറച്ചേറെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലോട് കൂടിയ ബീഫ് ആയതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കയ്യിലൊക്കെ എല്ല് കുത്തും. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പൊടികളൊക്കെ നമ്മളുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല എല്ലാം നമ്മുടെ ബീഫിൻ്റെ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഞാൻ മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിതെല്ലാം കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ബീഫിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് കുക്കറിൽ വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ബീഫിൽ വെള്ളമുണ്ട്, ആ വെള്ളം ഇറങ്ങിക്കോളും. അതുപോലെ നമ്മുടെ തക്കാളിയിൽ ആ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിലേക്കായിട്ട് വീണ്ടും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ നന്നായി പൊട്ടി വരട്ടെ. ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ബീഫ് കറിയിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല എരിവുള്ള ഒരു 3-4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ കാശ്മീരി ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വരുന്ന അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ സവോളയുടെ കൂടെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒന്നിച്ച് കിടന്നൊന്ന് നന്നായിട്ട് വരണ്ട് വന്നാൽ മതി. ഒരുപാട് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നിച്ചിട്ട് വേവിക്കാൻ പാടില്ല. നമ്മൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സവോളയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ഇതിൽ പൊടി ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം സവോളയൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പോൾ ഒന്ന് മാറി ഒന്ന് വരണ്ട ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.
ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂണല്ല 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വീണ്ടും ഒരു 1/4 സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൗഡറാണിത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇവയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇതിൻ്റെ അരപ്പ് എടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ അരയണമെന്നില്ല, എന്നാലും ഒന്ന് അരഞ്ഞു വരണം. ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഈ സവോളയിലിട്ട് ഉപ്പിൽ കിടന്നിട്ട് വേണം നമ്മുടെ ബീഫിന് നന്നായി ഉപ്പൊക്കെ പിടിച്ച് വരാൻ. അപ്പം നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതയ്ക്ക് ഒരുപാട് അരഞ്ഞിട്ടില്ല, എന്നാൽ ഒരുപാട് ചതഞ്ഞിട്ടും ഇല്ലെന്നുള്ള രീതിയിലാണ് ഇത് ഇരിക്കുന്നത്. അത് വീണ്ടും നമ്മൾ നന്നായിട്ട് അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഈ കൂടെ തന്നെ നമ്മൾ കൂർക്കയിട്ട് വേവിക്കുമ്പോഴാണ് നമ്മൾക്ക് വളരെ നല്ലൊരു സ്വാദ് കിട്ടുന്നത്. ഞാനിത് കുക്കറിൽ നമ്മൾ ഇറച്ചി വേവിച്ച ഇത്തിരി ചാറെടുത്ത് അതിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ നമ്മൾ അടുപ്പിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ നമ്മളൊരു 1/4 വേവ് എടുത്തിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ ഒരു 1/4 വേവ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വേവ് കൂടുതൽ എടുത്തിട്ട് നമ്മൾ കൂർക്ക ഇതിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താലാണ് ശരിക്കും യഥാർത്ഥ ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മുടെ ബീഫൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. അതൊന്ന് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുറുകി നമ്മുടെ ബീഫിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരട്ടെ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഏലക്കായും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൂർക്കയിട്ട് നന്നായിട്ട് ബീഫിൻ്റെ ചാറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂർക്കൊന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകാൻ പാടില്ല. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫിലേക്ക് നമ്മൾ കൂർക്കയുടെ ആ ടേസ്റ്റൊക്കെ ഇറങ്ങി വരണം. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കാ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ചേന ചേർത്ത് കൊടുക്കാം, കപ്ലങ്ങ ചേർത്ത് കൊടുക്കാം. കപ്ലങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊക്കെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഒരു വിഭവമാണ്, കൂർക്കയും ബീഫും. ഇപ്പം നമ്മളുടെ കൂർക്കയും ബീഫൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ചൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് നൽകും. നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കറി നമുക്ക് പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ വളരെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫും കൂർക്കയും ഇട്ട് കറി വെച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണെന്ന്. നിങ്ങൾക്ക് പൊടികളൊക്കെ നിങ്ങൾ എത്ര ഇറച്ചിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളുടെ കറിയൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇത്തിരി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണെന്ന്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.